വലിയ വലിയ പ്ലാനുകൾ നമ്മൾ നടത്തിയെടുക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞ് നമ്മുടെ പ്ലാനുകൾ ഒതുങ്ങി പോകാറില്ലേ? അതിലൊരു ആഗ്രഹമായിരുന്നു എൻ്റെ സൺറൈസ് കാണാൻ ബീച്ചിൽ, അതും ഏർലി മോർണിംഗ് എണീറ്റ് പോകാമെന്നുള്ളത്. നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പ് യോഗ ക്ലാസ്സിന് പോകുന്ന സമയത്തായിരുന്നു നമ്മൾ ലാസ്റ്റായിട്ട് ഞാൻ മാത്രം ഇവിടെ സമാജത്തിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും ഫാമിലിയായിട്ട് നമുക്ക് പോകണം എന്നുള്ളത്. ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. ഹലോ, ഞങ്ങൾ ബീച്ചിൽ പോകാൻ വേണ്ടി ഞാൻ ചേച്ചി ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് സൺറൈസ് കാണാൻ പോവാം. എത്ര കഷ്ടപ്പെട്ട് നമ്മൾ 5:30 പുറപ്പെട്ടാലും സൂര്യൻ നമ്മളെ ചതിച്ചു. ഇറങ്ങുമ്പോഴേ ചെറിയ വെളിച്ചമുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇപ്പോൾ ജൂണ് ജൂലൈ ആ ഒരു സമയത്തൊക്കെ ഡേയ്സിൻ്റെ നീളം കൂടുതലാണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ 5:30 ആകുമ്പോഴേക്കും നല്ല വെളിച്ചം വരും. അതേപോലെ ഒരു 6:30-7 മണി വരെയൊക്കെ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസ് കാണാനല്ല പോണത്, റൈസായ സണ്ണിനെ കാണാനാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ബീച്ചാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഈ ഒരു ബീച്ചിലേക്ക് എന്നാണ് എനിക്ക് തോന്നണേ. കാരണം ഇത് ECR എന്ന് പറയും, ഈസ്റ്റ് കോസ്റ്റ് റോഡില്ലേ, മഹാബലിപുരമൊക്കെ പോണ ആ ഒരു റോഡാണ്. ആ റോഡിൽ എവിടെ നോക്കിയാലും ബീച്ച് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ വ്യക്തമായിട്ട് കുറേ ബീച്ചുകൾ എക്സ്പ്ലോർ ചെയ്തവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. ഞാൻ അങ്ങനെ ഒരു ബീച്ച് പേഴ്സണേ അല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബീച്ചുകളിൽ പോകണമെന്നൊന്നും അങ്ങനെ വലിയൊരു ആഗ്രഹമുള്ള ആളല്ല. പക്ഷേ ഇത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ടുള്ള ബീച്ചുകളിലൊക്കെ ഈ ഒരു ആംബിയൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല, തിരക്കായിരുന്നു, നല്ല തിരക്ക്. ഞാൻ വിചാരിച്ചു ആരും ഉണ്ടാവില്ല, ഈശ്വര സേഫ് ആയിരിക്കുമോ കുട്ടികളെ കൊണ്ടുവന്നൊക്കെ. പക്ഷേ ഒരുവിധം കുറേ ആൾക്കാരുള്ള പോലെ ഫീൽ ചെയ്തു. പിന്നെ അങ്ങനെ വേഗം വേഗം പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും സൺഡേ മോർണിംഗ് ആയിട്ട് സൺറൈസ് കാണാൻ തന്നെ സ്ഥിരമായിട്ട് വരണ കുറച്ച് ആൾക്കാരായിരുന്നു. ചിലർ പെറ്റ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ട് വാക്കിങ്ങിന് വേണ്ടിയിട്ട് വരണവരുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു കേട്ടോ ശരിക്കും ഞങ്ങൾ വന്ന വഴി. അപ്പോൾ അവിടെ നല്ല പോഷ് ഏരിയ ആയിരുന്നു. എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. സുനാമി ഒഴിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം. അതായത് നമുക്ക് വാക്ക് ചെയ്തിട്ട് ബീച്ചിൽ പോലെ വേണമെങ്കിൽ ഡെയിലി. ഇത് ഈസ്റ്റ് കോസ്റ്റ് റോഡിലുള്ള ഒരുവിധം നമ്മൾ ആ പോകുന്ന വഴിയിൽ ഫുള്ള് ബീച്ചുകൾ കാണാം. കുട്ടികൾക്കൊന്നും ഞാൻ ആദ്യ ഐഡിയ പറഞ്ഞപ്പോൾ ഈ ആകെ ഒരു സൺഡേ കിട്ടുന്നതാണ്, രാവിലെ കിടന്നുറങ്ങണം കുറേ, അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. മനസ്സുകൊണ്ട് എനിക്കും ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ പോകല്ലേ, അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ആഗ്രഹം നടത്തിയെടുക്കാമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇത് നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് പിന്നെ എന്തായാലും മാറ്റി വെച്ചില്ല. നാട്ടിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ട കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇങ്ങനെ ഇപ്പോൾ കരയിൽ നിന്ന് കാണുന്ന ആൾക്കാരൊന്നല്ലേ 3 പേരും. ഇവർ വെള്ളത്തിലിറങ്ങി മുങ്ങിക്കളിച്ച് നടക്കുന്ന ആൾക്കാരാണ് ശരിക്കും. ഞാനൊഴിച്ച് എല്ലാവരും വെള്ളത്തിൽ ഫുള്ള് നനഞ്ഞ് ഡ്രസ്സൊക്കെ കൊണ്ടാണ് പോവാറ് നാട്ടിലാണെങ്കിൽ. ചെന്നൈയിൽ പക്ഷേ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെ ഒരു സ്റ്റേ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു ബീച്ച് വിസിറ്റിന് പോകുമ്പോൾ നമ്മൾ നനയ്ക്കാറില്ല മാക്സിമം. കാല് നനയ്ക്കും കേട്ടോ, ഞാൻ ഡ്രസ്സ് നനയ്ക്കണ കാര്യമാണ് പറഞ്ഞത്. കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ, 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വീട്ടിൽ പോവാം. പിന്നെ അവിടെ ചെന്നിട്ട് വേറെ പണികളുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, നിത്തുവിന് ഡാൻസ് ക്ലാസ് ഉണ്ട്. അതേപോലെ സ്കൂളിലേക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഒരുക്കി വയ്ക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ എന്തായാലും അധികം നേരം ഇവർക്കും അങ്ങനെ താല്പര്യമില്ല, വെള്ളത്തിൽ നനയണമെന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേഗം തിരിച്ചു പോകാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായി. പിന്നെ ഫോട്ടോ സെഷൻ നമ്മൾക്ക് എന്തായാലും കുറയ്ക്കാൻ പറ്റില്ലല്ലോ.
കുറച്ച് റീൽസ് എടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ പതുക്കെ തിരിച്ചു പോകും. അപ്പം ഇവിടെ ഈ അടുത്ത് തന്നെ കേട്ടോ നീലാങ്കര എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം കേട്ടപ്പോൾ തന്നെ അറിയായിരിക്കും ആക്ടർ വിജയിൻ്റെ വീട് ഇതുപോലൊരു ബീച്ച് സൈഡിലാണെന്നാണ് ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടേക്കണേ. പിന്നെ എല്ലാവർക്കും ഒരുവിധം വിജയ് ഫാൻസിനൊക്കെ നന്നായിട്ട് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇനി അങ്ങോട്ട് പോകണം. അവിടുന്ന് ഇറങ്ങി നമ്മൾ ഏതോ ഒരു വഴിക്ക് പോയപ്പോൾ ഇവിടെ ഒരു ഡെഡ് എൻഡിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാവണേ, പല തമിഴ് മൂവീസ്, എസ്പെഷ്യലി ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഹൊറർ ടൈപ്പിലുള്ള മൂവീസൊക്കെ എനിക്ക് തോന്നണേ ഈ ഒരു ഭാഗത്തൊക്കെ ഷൂട്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. കുറേ വില്ലകളുണ്ട് ഇവിടെ. അപ്പോൾ ഒരുവിധം വലിയ വലിയ ആൾക്കാരൊക്കെ ഈ ഭാഗത്ത് വന്നിട്ട് വില്ലകളൊക്കെ വാങ്ങിച്ചിട്ടിട്ട് വെക്കേഷൻ ഹോം പോലെ യൂസ് ചെയ്യും. അല്ലാണ്ട് ഒരു നോർമൽ റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ഒരു തിരക്കൊന്നും അവിടെ തോന്നിയില്ല. ഇതിപ്പോൾ കുറേ സെക്ഷനായിട്ടാട്ടോ ഈ വീഡിയോ വന്നേക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ പല സമയങ്ങളിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള ബാഗ്, അങ്ങനത്തെ കുറച്ച് ഷോപ്പിംഗ്, അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അത് വാങ്ങാൻ വേണ്ടി മെറീന മോളിലുള്ള സ്പാർ സൂപ്പർ മാർക്കറ്റിലാണ് വന്നത്. അവിടെ ആകുമ്പോൾ കുറച്ച് തിരക്ക് കുറവെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും ഓട്ടത്തിലായിരിക്കുമല്ലോ സ്കൂൾ തുറക്കണതുകൊണ്ട്. പറഞ്ഞ പോലെ തന്നെ ആ ഒരു സമയത്തുകൊണ്ട് തിരക്ക് കുറച്ച് കുറവായിരുന്നു. അവിടെ നിന്ന് ബാഗൊക്കെ വാങ്ങിച്ചു. ഇപ്രാവശ്യം എല്ലാം ബ്ലാക്ക് തീമാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം ഫുള്ളൊരു ഷോപ്പിംഗ് ഹോൾ അവർ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് വൈകിട്ട് എടുത്തൊരു വീഡിയോ. കുട്ടികളെന്നെ കൊണ്ടുവരാണ്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അതായത് മെയിനായിട്ട് ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായി പറയണം. അപ്പോൾ അതിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോഴാണ് ഐബോക്കോ സൈഡിൽ കണ്ടപ്പോൾ അവിടെ കയറി കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഈ ഒരു കുഞ്ഞ് നഴ്സറി കണ്ടു കഴിഞ്ഞാൽ ചെറുതാണ്, പക്ഷേ ഉള്ളിലേക്ക് നിറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ BSR മോൾ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ ഉള്ളവർക്ക് അറിയായിരിക്കും, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ഉള്ളൊരു നഴ്സറിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ അവിടെ എനിക്ക് തോന്നി. ഔട്ട്ഡോർ നമുക്ക് ആവശ്യമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വാങ്ങണം എന്നുണ്ട്. പക്ഷേ സ്ഥല പരിമിതി ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലോ. വെയിൽ കൊണ്ടില്ലെങ്കിൽ അവരൊക്കെ നാശാവുകയും ചെയ്യും. എന്നാലും നമ്മളൊരു തെച്ചിയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കണ്ണും പൂട്ടി തുളസി വാങ്ങിച്ചു, ഞാനൊരു മുല്ലയും വാങ്ങിച്ചു. അങ്ങനെ ചെടി ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഭയങ്കര പഠിപ്പിലും ഹോളിഡേ ഹോംവർക്ക് ഫിനിഷ് ചെയ്യാൻ തിരക്കിലൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ഹോളിഡേ ഹോംവർക്കൊന്നും ശരിക്കും ഒരാവശ്യമില്ല. കുട്ടികളെ ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. അതിൻ്റെ ഇടയിൽ ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് പണി, നമുക്കാണ് പണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മെയിനായിട്ടുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിഡേ ഹോംവർക്ക് ആയാലും പ്രൊജക്റ്റ് ആയാലും എന്ത് സ്കൂളിൽ നിന്ന് കൊടുത്താലും അവർക്കത് റെഫർ ചെയ്യാൻ നമ്മൾക്ക് സ്ക്രീൻ ടൈം കൂടുതൽ കൊടുക്കേണ്ട ഒരവസ്ഥ വരിക. അപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ല ഈ സ്ക്രീൻ ടൈം കൂടുതൽ കൊടുക്കണം. വേറെ വഴിയില്ലല്ലോ. അങ്ങനെ അതേ ചോക്ലേറ്റൊക്കെ കാണിച്ചു. അപ്പം അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കഴിക്കുന്ന ഈ ഒരു സംഭവമില്ലേ, ഈ ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്നത്, ഇത് മാത്രമേ എനിക്ക് അതിൽ ശരിക്കും ഇഷ്ടമായത്. കിത്തുവിന് പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ അത് കഴിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ സ്കൂള് തുറന്നത് ജൂൺ 4 ആയിരുന്നു കേട്ടോ. നാട്ടിൽ 2 ആയിരുന്നല്ലോ തുറക്കണേ. സൺഡേ കഴിഞ്ഞിട്ട് വരണം മൺഡേ. അപ്പോൾ ഇവർക്ക് വെനസ്ഡേ ആയതുകൊണ്ട് സമയം കിട്ടി. അപ്പം അന്ന് തന്നെ ഞങ്ങൾ ഷോപ്പിംഗ് വീഡിയോ ഒന്നും എടുത്തില്ല, ഹോൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് പിന്നെ ഒരു ദിവസം സ്കൂൾ തുറക്കണതിൻ്റെ തലേ ദിവസം ജസ്റ്റ് ഞാൻ പറഞ്ഞു ചുമ്മാ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും ബ്ലാക്കാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യം വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. കാരണം ബാഗുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. സിബിനോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ബാഗൊന്നും അങ്ങനെ നാശാവാറില്ല, വളരെ കുറവാണ്. കാരണം
വാനിൽ കയറി സ്കൂളിൽ പോകണു, തിരിച്ച് വാനിൽ തന്നെ വരിക. അപ്പോൾ അലച്ചിലൊന്നും വളരെ കുറവല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ബാഗിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് നാശാവാറുണ്ട്. അപ്പോൾ ഇത് ലഞ്ച് ബാഗും ബ്ലാക്ക് തന്നെയാണ് വാങ്ങിച്ചത്. അതൊരു ചേഞ്ച് ഉള്ളത് നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുക ചെയ്തേ. സാധാരണ സ്വിഗ്ഗിയിൽ ഫുഡല്ലേ നമ്മൾ ഓർഡർ ചെയ്യുക. ഇത് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ ലഞ്ച് ബാഗ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ. അപ്പോൾ 2 പേർക്കും ഒരേപോലത്തെ മതി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെറ്റായിട്ട് നമ്മൾ ഓർഡർ ചെയ്തു. കാരണം അവർക്ക് ആ ഒരു പഴയ ടൈപ്പ് വേണ്ട, എപ്പോഴും ബോറടിക്കുകയാണ്. ആ ഒരു ക്ലിക്ക് ടൈപ്പില്ലേ അത്. പക്ഷെ നല്ലതാണ്, എനിക്കത് ഇഷ്ടമാണ്. അത് ചോരൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഇപ്രാവശ്യം പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഇത് കിത്തു ഇപ്പോൾ 6th പോണത്. അപ്പോൾ അവൾക്ക് ഞാനൊരു ചെറിയൊരു പൗച്ച് വാങ്ങിച്ചിട്ട് അത്യാവശ്യം നമുക്ക് പെൺകുട്ടികൾക്ക് സ്കൂളിൽ വിടുമ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊടുത്ത് വിടണം ഇപ്പോൾ 6th തൊട്ടിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കിറ്റ് പോലെ വാങ്ങിച്ചിട്ട് അതിൽ ഈ ഒരു ഡയപ്പർ ടൈപ്പ് പീരീഡ് പാൻറ്റി എന്ന് പറയുമല്ലോ, അപ്പോൾ അത്, പിന്നെ ഒരു സാനിറ്റൈസറും പിന്നെ വെറ്റ് വൈപ്സും ഒക്കെ കൂടിയിട്ട് ഒരു സെറ്റാക്കി കൊടുത്തു. അങ്ങനെ ബുക്ക് പാക്കിങ്ങും ബാഗ് പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് നിമിഷം ഉള്ളൊരു ക്ലീനിങ് ഉണ്ടല്ലോ. അപ്പോൾ മേശപ്പുറവും ബാക്കിയുള്ള മേക്കപ്പ് ഐറ്റംസ് അല്ലെങ്കിൽ റൂം ഫുള്ള് ക്ലീൻ ചെയ്യൽ, ആ ഒരു കാര്യങ്ങൾ ലാസ്റ്റ് നടത്തി. പിന്നെ ഒരു 2-3 വർഷമൊക്കെ ആയിട്ട് ഇവിടെ ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ്. ഉറങ്ങണതിന് മുമ്പ് ബാഗ് ഒതുക്കി വയ്ക്കും. ഫുൾ സെറ്റ് ഡ്രസ്സിൻ്റെ നാളെ ഇടാനുള്ള ഡ്രസ്സ് ഇന്ന് തന്നെ രാത്രി എടുത്ത് വെക്കാൻ പറയും. അപ്പോൾ ഇത് ഡെയിലി ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ചെയ്യും അവർ. ചില ദിവസം മറക്കും, എന്നാലും ഒരുവിധം ഇത് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ബെഡൊക്കെ ശരിയാക്കി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ല കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.